തൊപ്പി കയ്യിൽ കരുതണം. തൊപ്പി എപ്പോഴും തെച്ചിട്ടില്ലെങ്കിൽ പോക്കറ്റ് ഒന്ന് വെക്കുക. പള്ളി കയറുമ്പോ ഒന്ന് ഇട്ടിട്ട് പോവുക. ഒരു സദസ്സിൽ നിക്കാഹിന്റെ സദസ്സ് പോകുമ്പോ ഒരു പോക്കറ്റിനൊരു ടവലെങ്കിലും എടുത്തിട്ട് തലയെ കെട്ടുക. നല്ലതാണ്. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ചെറുപ്പക്കാരും മക്കളോടൊക്കെ ഞാൻ പറയാണ്, പെണ്ണുങ്ങളോട് ഞാൻ പറയുന്നു, നല്ല വസ്ത്രം. ഹസനായാതിൽ ജമാലി വ ഇന്നനി അഖ്ശാ അലൈകി മിനൽ ഖബീസിൽ മുജ്രിമീ ലാ തഅരിദി ഹാദൽ ജമാല അലൽ വറാ ഇല്ലാ ലിസൗജിൻ ഔ ഖരീബിൻ മഹ്റമീ. ഞാൻ തരക്കേടില്ല എന്ന് തോന്നുന്ന പെണ്ണേ, ഹസനായാതിൽ ജമാൽ, ഞാൻ വലിയ തരക്കേടില്ല അങ്ങനെ തോന്നുന്ന, അത്യാവശ്യം സൗന്ദര്യം ഉണ്ട് എന്നെല്ലാം തോന്നുന്ന പെണ്ണില്ലേ, അടിച്ചു പൊളിച്ചിട്ട് സെൽഫിയെല്ലാം എടുത്തിട്ട്. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്താണെന്നറിയോ? അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് നല്ല ബുദ്ധി നൽകട്ടെ. ഞാൻ ഈ വാള് പറയുന്നത് ലോകത്തുള്ള മുഴുവൻ ഉമ്മമാരോടുമല്ല, യൂട്യൂബ് നമ്മളെ ഓൺലൈനും കൂടെ ഉള്ളതുകൊണ്ട് പറയാം. പുതിയ ഓട്ട വാലിന് വന്ന ഉമ്മമാരോടായി ഈ വാല്. പിന്നെ ഓൺലൈനിൽ കേൾക്കുന്ന മോമിനിയങ്ങൾ, മോമിനിയങ്ങളോട് മാത്രമേ വാല്. ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളോടും വാല് പറയാൻ നമുക്ക് കഴിയൂല. നാളെ തോളിയിട്ട് സാധനം ഇറങ്ങും. മോമിനിയങ്ങളോട് മുത്തുനബി ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗ്ഗം എന്ന് പറഞ്ഞില്ലേ, അതിൽ കയറാൻ ആഗ്രഹിക്കുന്നവരോട് മാത്രമാണ് ഞാൻ പറയട്ടെ. ഉമ്മമാരെ, നല്ല അച്ചടക്കം, നിങ്ങളുടെ സ്റ്റൈല്, നിങ്ങൾക്ക് അല്ലാഹു തആല തന്നിരിക്കുന്ന സൗന്ദര്യമില്ലേ, ആ സൗന്ദര്യത്തിന് പിന്നെയും പുട്ടിയിട്ട് പിന്നെയും മൈദപ്പൊടി വാരി തേച്ച് ഭയങ്കരമായി അടിപൊളിയാക്കിയിട്ട് എടുത്തിട്ട് നമ്മളെന്നെ ഷൂട്ട് ചെയ്തിട്ട് നമ്മളെന്നെ സ്റ്റാറ്റസ് വെച്ചിട്ട് നമ്മളെന്നെ ഇത് പ്രദർശിപ്പിക്കുന്ന കാലാണിത്. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. മഹാനായ കലീമുല്ലാഹി മൂസ, പോരാ ഉറങ്ങിപ്പോയോ? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്ഥലത്തിങ്ങനെ നിൽക്കുമ്പോൾ ഒരാളെ കണ്ടു. അയാൾ മൂസാ നബിയുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, മൂസാ നബിയെ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അള്ളാഹിനോട് ചോദിച്ചിട്ട് എനിക്ക് മാപ്പുണ്ടോ എന്ന് അള്ളാഹിനോട് ചോദിക്കുവോ, തൗബ ഉണ്ടോ എന്ന് ചോദിക്കുവോ? മൂസാ അലൈഹിസ്സലാം അള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹുവേ, ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, തൗബ ഉണ്ടോ? അള്ളാഹ് പറഞ്ഞു, തൗബ ഉണ്ട്. കലീമുല്ലാഹ് അല്ലേ മൂസാ അലൈഹിസ്സലാം. അപ്പൊ ഇയാള് പിന്നെയും ചോദിക്കാണ് മൂസാ നബിനോട്, മൂസാ നബിയെ, ഞാൻ ഭയങ്കര തെറ്റാ ചെയ്തത്, കടുപ്പുള്ള തെറ്റാ, ഒന്നും കൂടെ ചോദിച്ചു നോക്ക്. അപ്പൊ മൂസാ നബി അള്ളാഹിനോട് ഒന്നും കൂടെ ചോദിച്ചു. അപ്പൊ അള്ളാഹ് പറഞ്ഞു, തൗബ ഉണ്ട്, പുറത്തു കൊടുക്കും. ഇയാള് മൂസാ നബിന്റെ കൗമല്ലേ, പശുവിനെ പറ്റി ചോദിച്ച കഥ അറിയാലോ. ഇയാള് പിന്നെയും മൂസാ നബിയോട്, മൂസാ നബി, ഞാൻ ചെയ്ത തെറ്റ് കേട്ട നിങ്ങൾക്ക് എന്നെ ദേഷ്യം പിടിക്കുക, അങ്ങനത്തെ തെറ്റാ ചെയ്തത്, എനിക്ക് തൗബയുണ്ട്. അപ്പൊ മൂസാ നബി എന്ത് തെറ്റാ ചെയ്തത്? ഇയാള് തെറ്റിങ്ങനെ വിശദീകരിച്ചു കൊടുത്തു. ഞാനത് പറയാൻ എനിക്ക് സമയമില്ല. ഈ തെറ്റിങ്ങനെ പറഞ്ഞു കൊടുത്തു. മൂസാ നബിക്ക് ഗളബങ്ങ് കയറി, ഇത്ര വൃത്തിയോട്ടാനാ നീ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ട് എങ്ങൾക്ക് ദേഷ്യം പിടിക്കും, അങ്ങനത്തെ തെറ്റാ ഞാൻ ചെയ്തത്. മൂസാ നബി അള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹു, ഇയാൾ കടുപ്പുള്ള തെറ്റല്ലേ ചെയ്തത്, ഇയാൾക്ക് തൗബയുണ്ടോ? അള്ളാഹ് പറയുന്നു, മൂസാ നബിയെ, ഇയാൾക്ക് തൗബയില്ല. മൂസാ നബി ചോദിക്കും, നീ എന്നല്ലേ റബ്ബേ 2 തവണയും തൗബ ഉണ്ട് എന്ന് പറഞ്ഞ് നീ എന്തേ മാറ്റി പറയുന്നത്? അള്ളാഹ് പറയുന്നത് എന്താണെന്നറിയോ? മൂസാ നബിയെ, അയാൾ ആ ചെയ്ത തെറ്റ് കടുപ്പുള്ള തെറ്റാന്ന് എനിക്ക് ആദ്യം തന്നെ അറിയാമല്ലോ. പക്ഷെ അയാളുടെ തെറ്റിന് അയാളും ഞാനും മാത്രമേ കണ്ടിട്ടുള്ളൂ, അറിഞ്ഞിട്ടുള്ളൂ. വേറെ ഒരു സാക്ഷി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നിങ്ങളും കൂടി അതിന് സാക്ഷിയായതിനാൽ മാപ്പ് കൊടുക്കൂല. ചെറുപ്പക്കാരികൾ, അതുകൊണ്ട് കുമ്പസാരം ഇസ്ലാമിലില്ല. ഒരാൾ കള്ളുകുടിച്ചു പോയി, പള്ളി ഉസ്താദിന് തോന്നിട്ട്, തക്കാഫി ഉസ്താദെ, ഞാൻ കള്ളുകുടിച്ചു പോയി എന്ന് ചോദിക്കാൻ പാടില്ല. കേട്ടോ, ഇസ്ലാമിന്റെ നിയമം എത്രയാണ്. ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് ഹറമിനേക്കാൾ ബഹുമാനമുണ്ട്. ഒരാൾ കള്ളു കുടിച്ചുപോയി, ഒരു ചെറുപ്പക്കാരൻ കള്ളു കുടിച്ചുപോയി, അയാൾക്ക് നന്നാവണം. എന്നാ ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട്, ഉസ്താദെ, ഞാൻ കള്ളു കുടിച്ചുപോയി എന്ന് പറയാൻ പാടില്ല. ഒരാൾ കള്ളു കുടിച്ചാൽ അയാൾക്ക് എന്താണ് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് ചോദിച്ചാൽ മതിയല്ലോ. ഒരാൾ പലിശ വാങ്ങി, ഞാനൊരു പലിശ വാങ്ങി എന്ന് പറയണ്ട. ഒരാൾ പലിശ വാങ്ങിയാൽ അത് തീർക്കാനുള്ള മാർഗം എന്താണെന്ന് അന്വേഷിച്ചാൽ മതി. ഒരാൾ വ്യഭിചരിച്ചാൽ ഞാൻ വ്യഭിചാരം ചെയ്തു എന്ന് പറയണ്ട. ഒരാൾ വ്യഭിചരിച്ചാൽ അതിന്റെ മാർഗം എന്താണ്, രക്ഷപ്പെടാൻ തൗബയുടെ വഴി എന്താണെന്ന് ചോദിച്ചാൽ മതി. ഇസ്ലാം വളരെ പരിശുദ്ധമാണ്, പരിപാവനമാണ്. വ്യക്തികൾക്ക് വലിയ ബഹുമാനമുണ്ട്. നമ്മുടെ തെറ്റിന് മറ്റൊരാളെ കൂറാക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, നമ്മളെല്ലാ തോന്നിവാസവും ചെയ്തിട്ട് നമ്മൾ തന്നെ ഫോട്ടോ എടുത്തിട്ട് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ തന്നെ സ്റ്റാറ്റസ് വെച്ച് ഇൻസ്റ്റാഗ്രാമിലിട്ട് ഫേസ്ബുക്കിലിട്ടിട്ട് കമന്റിനും ലൈക്കിനും കാത്തു നിൽക്കുന്ന കലികാലമാണ്. ഉമ്മമാരെ, നല്ല ഡ്രസ്സ് ധരിക്കണേ. സ്വർഗത്തിൽ പട്ടുണ്ട്, സ്വർഗത്തിൽ സന്തോഷമുണ്ട്.